ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ വന്നത് പാട്ട് പാടാനോ പ്രസംഗിക്കാനോ ഒന്നുമല്ല. ഞാനൊരു കഥ ചൊല്ലുന്നു. നിങ്ങൾ എല്ലാവരും കേക്കോ? കേക്കോ? ഓക്കെ. വലിയ കഥ ചൊല്ലുന്നില്ല, ചെറിയ കഥ. കഥ ചേർത്തെങ്കുലേ കഥയിലുള്ള പാഠം വലിയത്. വന്നാട്ട് അന്നപ്പോലത്തെ പാപ്പത്തിന്റെ ഒരാളുണ്ടായി. അയാൾക്ക് പണി എന്താണെന്നറിയോ? പുഴയിൽ പോയിട്ട് മീനെ പിടിച്ചിട്ട് ടൗണിൽ കൊണ്ടുപോയിട്ട് വെക്കുന്ന പണി. അതിൽ കിട്ടുന്ന പൈസയില് അയാളും കൊണ്ടുവന്ന് ജീവിക്കുന്ന. അങ്ങനെ വരുന്ന അയാൾക്ക് നല്ല അടിപൊളി മീന് കിട്ടി. അയാൾക്ക് പോയി ഇനി നല്ല പൈസ ഒക്കെ വെക്കണം വെച്ചിട്ട് അയാളെ പോകുമ്പോ അതായതിർക്ക് വരുന്നൊരു ബൊഡൻ ചോദിച്ചു, എന്താ മീന്? അയാളെ വട്ടി എടുത്താ വെച്ചിട്ട് കാണിച്ചു. അപ്പ നല്ല ചിരിക്കുന്ന അടിപൊളി മീനല്ലോ. ബൊഡൻ എന്തോ നോക്കിട്ടാ വട്ടിക്ക് കൈ ഇട്ടിട്ട് മീനെടുത്തിട്ട് കൂട്ടൊക്കെ ഇട്ടിട്ട് ഒറ്റ പൊക്ക്. ഇയാള് പാപ്പോ ബാക്കിന്ന് പോയിട്ട് പിടിച്ചു ചെല്ലി. മീന്റെ പൈസ ബൊഡൻ ആ പാപ്പത്തിനെ പിടിച്ച് രണ്ട് കൊട്ടി ചപ്പട്ടക്കന്നെ പാട്ടി. പൈസയാ പോരടുന്ന് നടക്കുന്നേ. ബൊഡൻ ആ പാപ്പത്തിനെ അപ്പുറം ഇട്ടിട്ട് പോയി. ബൊഡന് പൊരിക്ക് പോയിട്ട് ഓളോട് ചെല്ലി, ഇന്ന് നല്ല മീനുണ്ട്, കുറച്ച് കറി വെക്ക്, കുറച്ച് കാച്ച്. എന്റെ കാച്ചിട്ട് കറി വെച്ചിട്ട് മാപ്പിള കൊടുത്തു. ബൊഡന് വാങ്ങലും തിന്നു. ബൊഡന്റെ കൈക്ക് മുള്ള തെറിച്ച്. ബൊഡൻക്ക് പാങ്ങലുമ്പിലായി. എന്റെ കുറച്ചു ദിവസം കഴിയുമ്പോ അത് പൗക്കാൻ തുടങ്ങി. എന്റെ ഒരു മാതിരിയായി. എന്റെ ഡോക്ടറിന്റെ ഡോക്ടറല്ലി ബർല മുറിക്കണം. അന്നെങ്കിൽ ഒമ്പലം പോട്ടിട്ട് ആ ബർല മുറിച്ച്. കുറച്ചു ദിവസം കഴിയും പിന്നെ ഒമ്പല് തുടങ്ങി. എന്റെ ഡോക്ടറിന്റെ ഡോക്ടറല്ലി കൈൻ്റെ അടുന്ന് മുറിക്കണം. എന്റെ അതും മുറിച്ച്. കുറച്ചു ദിവസം കഴിയും പിന്നെ ഒമ്പലം തുടങ്ങി. എന്റെ ഡോക്ടറിന്റെ ഡോക്ടറല്ലി കൈൻ്റെ മുട്ടൊന്ന് മുറിക്കണം. എന്റെ അതും മുറിച്ച്. ബൊഡന് ബേജാറിലൊക്കെ എണ്ണീട്ട് അടുക്കന്നോർമ്മിപ്പോയി. എന്റെ ഒരു കൂച്ചി കേക്കുന്നു, നീ അന്നൊരാളെ മീനെ പറ്റിക്കൊണ്ട് പോയിട്ടേ അതിനോണ്ട് നിനക്ക് ഇങ്ങനല്ല ഇത്. ബൊഡനൊരു എനിക്ക് രണിച്ചിട്ട് അയാളടുത്തേക്ക് പാഞ്ഞു. മാപ്പ് കേട്ട് കൊറേ കഴിഞ്ഞിട്ട് അയാള് മാപ്പ് കൊടുത്തു. അതിനോണ്ട് നമ്മ ആരെയും തയ്ക്കാനോ കുർത്തകേടാക്കാനൊന്നും പോണ്ട. ആവോ കുർത്തകേടാക്കിയെങ്കിൽ ബണ്ണ ആൾക്കാരെ തച്ചെങ്കൊല്ലോ ഓറുതുപോലെ ബീയം കേക്കും. അതിനോണ്ട് നമ്മ ആരെയൊന്നും